പറഞ്ഞതിന്റെ സ്വാർത്ഥതയാണ് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ഇത്. മാർച്ച് 27 ലോക നാടക ദിനമാണ്. പല സ്ഥലത്തും പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടെ കൂടി ഇവർ രണ്ടുപേരും ഏതായാലും വളരെ എഫർട്ട് എടുത്തിട്ട് തന്നെയാണ് അഭിനയിച്ചത്. വളരെ ഇതായിട്ടുണ്ട്. പക്ഷെ അത് എനിക്കെടുത്ത് കൂടി പോയോ എന്ന് എനിക്ക് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. തെറ്റിദ്ധരിക്കണ്ട നിങ്ങളുടെ. അതായത് നന്നായിട്ട് നല്ല സന്ദേശങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ നാടകത്തിലൊക്കെ ഇത്തരം സന്ദേശങ്ങളാണ്. അന്ന് NN Pillai എഴുതുമ്പോൾ അത്തരം സന്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവർ അത് കൂട്ടിയിട്ട് ഇപ്പൊ ആർഷഭാരതമാണെങ്കിലും ഈ ഊരുകളുടെ ഇതൊക്കെ ആണെങ്കിലും ജനസമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ ഇന്നും മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ ഇതിനകത്ത് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് വെച്ചാല് നമ്മള് ഇപ്പൊ ഇവിടെ എല്ലാം കണ്ടത് ഇത്രയും നാള് നമ്മൾ കേട്ട് പരിചയിച്ച ആണധികാരത്തിന്റെ, അതായത് പാട്രിയാർക്കിയുടെ രണ്ട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ രണ്ടുപേരും ആണധികാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ആൾക്കാർ തമ്മിലുള്ള സംഭാഷണമാണ്. നമ്മൾ ഇത്രയും നാളും ഈ ആണധികാരം എന്താണ്, പ്രേമത്തെ പറ്റി ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭാഷണത്തിലൂടെ നാടകത്തിലൂടെ നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോ അത് വളരെ മികച്ച രീതിയിൽ പോയിട്ടുണ്ട്. അതിന്റെ എല്ലാ തലങ്ങളും അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് ഒരു ബന്ധത്തിലുണ്ടായിരിക്കേണ്ട ജനാധിപത്യം എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട സ്പേസ്, എമ്പതി, രണ്ടുപേർക്കും ഉണ്ടാവേണ്ട എമ്പതി. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളിനും പെണ്ണിനും ഇപ്പൊ പലപ്പോഴും ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും, എന്റെ പങ്കാളിയോട്, എന്റെ കാമുകനോട്, കാമുകിയോട് ഞാൻ ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഇങ്ങനെയാണോ പെരുമാറുന്നത്, അല്ലെങ്കിൽ വിരഹിച്ചിരിക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെയാണോ പെരുമാറിയത് എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഈ സംഗതി എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. NN Pillai എന്നുള്ളൊരു നാടകാചാര്യൻ പണ്ട് എഴുതിയത് എന്നുള്ള കാര്യം മാറ്റി വെച്ചു കഴിഞ്ഞാല് ഒരു സ്ത്രീക്ക് ഇക്കാര്യത്തിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക, ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ ഉള്ളിലുള്ളത്, പെണ്ണിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്നുള്ള കാര്യത്തിന് കൂടി ഒരു എന്താ പറയാ ഒരു വ്യക്തത അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റി കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി അതിന്റെ സ്പേസ് വലുതായി മാറും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. രാജേഷ് സംസാരിക്കുന്നു. സ്റ്റുഡന്റ് ആണ്. ആദ്യമേ എല്ലാവരും പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ക്രിപ്റ്റിനെക്കാട്ടിലും ഞാൻ കൂടുതൽ ആസ്വദിച്ചത് പെർഫോമൻസ് ആണ്. കാരണം സ്ക്രിപ്റ്റിൽ കാലഘട്ടത്തിൽ ചെറിയ വ്യത്യാസം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പറഞ്ഞപ്പോൾ ചിലപ്പം ആ ഒരു ഇത്. പക്ഷെ എന്നാലും അതിനകത്ത് ഒത്തിരി മോഡിഫിക്കേഷൻ വരുത്തി ഈ കാലഘട്ടത്തോട് വളരെ അടുത്ത് നിർത്തി. കുറച്ച് പോയിന്റ്സ് തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ ആ ട്രെയിൻ കടന്നു പോയപ്പം നിങ്ങളിങ്ങനെ അത്, കാരണം അതിവിടെ ഇല്ലല്ലോ. നമ്മളിപ്പം ഒരു വിഷ്വൽ മീഡിയയിലാണെങ്കിൽ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അത് ചെയ്യും. പക്ഷെ അത് കടന്നു പോയത് ഞങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ കണ്ണിന്റെ ചലനവും ആ നോട്ടവുമായിരുന്നു. പിന്നെ ഒരു കാര്യം വെച്ചാൽ ആദ്യം അതായത് ഈ ക്യാരക്ടറിനെ ആദ്യം ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ, റിയലൈസേഷൻ ഉണ്ടാക്കാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആണ് കരയുന്നു എന്ന് പറയുന്നതിലാണെന്നറിയില്ല, പെട്ടെന്ന് മറ്റേ ആള് ഇങ്ങനെ ചിരിച്ചു, ഇത്രയുള്ള നീ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചിരിച്ചപ്പം എല്ലാവരും പൊതുവെ ഒരു റെസ്പോൺസിനെ എല്ലാവരും ചിരിച്ചു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന കാര്യമാണല്ലോ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു അത് കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്ത സാധനം തന്നെയായിരുന്നു. കാരണം ലാസ്റ്റ് വന്നപ്പോൾ ആ കരയുന്ന ആ ചിരിച്ചയാളാണ് കരയുന്നത്, അപ്പൊ മറ്റേ ആൾ ആശ്വസിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഉള്ളത് ചില സാധനങ്ങൾക്ക് അത് ആശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്ത് അങ്ങനെ പറയുന്ന ഒരു പോയിന്റ് റീഡ് ചെയ്യാവുന്ന രീതിയിൽ അത് അങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ പോയിന്റ്സ് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചു. നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്പ്രഷനിൽ ഞങ്ങളത് ഫീൽ ചെയ്യുമ്പോഴാണല്ലോ നമ്മളെങ്ങനെ ഒരു സത്യം കൊണ്ട് ആസ്വദിച്ചു എന്ന് പറയുന്നതുണ്ടായിരുന്നു. ആ രസം ഞങ്ങൾ ഇനി ആരെങ്കിലും അശ്വിൻ. എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ ഇത് റെക്കോർഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരിട്ട് കുറച്ചും ക്യാമറയെ കുറിച്ച് അങ്ങനെയാണ്, ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലും അങ്ങനെയാണ് ഞാൻ കുറച്ച് കണ്ടെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം നമ്മുടെ സമൂഹത്തിനെ എന്തൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ, എന്തൊക്കെ മോശമായി ബാധിക്കുന്നുണ്ടോ അതൊക്കെ ഇവര് ഈ നാടകത്തിൽ ഉൾപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എന്ന് നിൽക്കുന്നത് സ്ത്രീ വിരുദ്ധത തന്നെയാണ്. നമ്മളെപ്പോഴും പുരുഷപക്ഷത്ത് നിന്ന് മാത്രം കാണുന്നത്. അപ്പൊ ഞാൻ പ്രതീക്ഷ ഇപ്പം ആദ്യം ഇവരുടെ എന്താണ് ഡയലോഗുകളെല്ലാം നിറഞ്ഞ സ്ത്രീ വിരുദ്ധത
ആദ്യം തന്നെ ഉണ്ടായിരുന്നു. എന്നെ അവൾ ചതിച്ചു, എനിക്ക് സ്നേഹം നിഷേധിക്കപ്പെട്ടു. അത് എല്ലാവരും ചിന്തിക്കുന്നതാണ്, ഞാനും ഉൾപ്പെടെ എല്ലാവർക്കും. അതായത് എനിക്ക് സ്നേഹം കിട്ടണം എന്ന സ്വാർത്ഥത ലാസ്റ്റില് അതിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ സ്നേഹിക്കപ്പെടണം, എനിക്ക് അവൾ സ്നേഹം തരണം എന്നുള്ള ഒരു ഡിമാൻഡാണ്. അതാണെന്ന് തോന്നുന്നു പലപ്പോഴും ഈ കൊലപാതകങ്ങളിലേക്കും വളരെ ക്രൂരമായിട്ടുള്ള പല കൃത്യങ്ങളിലേക്കും ആൾക്കാരെ നയിക്കുന്നത്. പിന്നെ മതമായാലും എപ്പോഴും അത് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ജനാധിപത്യം ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കും. ഈ സമയത്തും ഈ രാജ്യത്ത് ആരെങ്കിലും ഒക്കെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു എല്ലാ മേഖലകളിലേക്കും, ഈ സമൂഹത്തിനെ ബാധിക്കുന്ന പൊളിറ്റിക്സിന്റെ എല്ലാ മേഖലകളിലേക്കും അവർ പോയി. പിന്നെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ TV സ്ക്രീനുകളിൽ കണ്ട് തന്നെ ഇവരെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ നേരിട്ട് ഇവരെ കാണാൻ പറ്റുക എന്നുള്ള തന്നെ വലിയ കാര്യമായിരുന്നു. അപ്പൊ നേരിട്ട് കണ്ട ഭയങ്കര സന്തോഷം. ഈ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇവർ ട്രെയിൻ കടന്നുപോയ സീൻ. അത് നല്ല രസമുണ്ട്, ക്യാമറ കാണാൻ നല്ല രസമാണ്. ആ ലൈറ്റിംഗ് ഇങ്ങനെ ഡിം ആവുന്നത്, ഇവരുടെ എക്സ്പ്രഷൻ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് നാടകം അതൊക്കെ കാണണം, അതെ കണ്ടാ മതി. അപ്പം ഇനി രമേശ് ചേട്ടനും അമലും, ഇനി ആരെങ്കിലും ചോദിക്കാൻ? അതാ വാ. എൻ്റെ പേര് വിവേക് എന്നാണ്. കാവാലത്തിന്റെ തനത് നാടകവേദി, അതിലെ അവനവൻ കടമ്പ, ഞാൻ SB കോളേജിലാണ് പഠിച്ചത്. ലാസ്റ്റ് ടൈം അവിടെ അത് പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുട്ടികളായിരുന്നു അത് ചെയ്തത്. അപ്പോൾ അത് ആദ്യമായി അവതരിപ്പിച്ച കാലത്ത് മുതൽ അതില് പങ്കാളികളായിരുന്നവർ ട്രെയിൻ ചെയ്തിട്ടാണ് ആ കുട്ടികളെ അവിടെ കൊണ്ടുവന്നത്. അപ്പം പ്രകൃതിദത്തമായ സാഹചര്യങ്ങള്, തനത് അഭിനയം, സംഗീതം, നൃത്തം, ഇതെല്ലാം കൂടെ കൂടിക്കലർന്നൊരു നാടക ശൈലിയാണ് തനത് നാടകവേദി. ഇപ്പൊ ഇവിടുത്തെ ഒരു അവതരണം കണ്ടപ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജിന്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അതായത് നമ്മളിപ്പം ഒരു ഉത്സവപ്പറമ്പിൽ പോയി നാടകം കാണുന്നത് അകലത്തിരിക്കുന്ന ഒരു നാടകവേദി, അവിടുത്തെ ഭാവാഭിനയം, അവിടുത്തെ ശബ്ദ, സ്റ്റേജ്, ലൈറ്റിംഗ്, ഇതെല്ലാമാണ്. അപ്പം ഇത്രയും ക്ലോസ് സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്ക് ആളുകളുടെ അഭിനയത്തെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. അവിടെ നിന്നാണ് അത് സഹോദരന്റെ അഭിപ്രായം ഉണ്ടായത്, ഓവർ ആക്ടിങ് എന്നൊരു സംഗതി പറഞ്ഞത്. അതിപ്പം വ്യക്തികളുടെ താല്പര്യമാണ്. അപ്പം ആദ്യകാലത്തെ നാടക സങ്കല്പങ്ങളില് ഈ ഓപ്പൺ സ്റ്റേജ് സങ്കല്പമായിരുന്നല്ലോ, അരിസ്റ്റോട്ടിൽ സ്റ്റേജ് മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ. അതായത് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ സെറ്റപ്പിൽ ആദ്യം ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ അഭിനയം വളരെ മികച്ചതായി തന്നെ എനിക്കും തോന്നി. അങ്ങനെ അതായത് നിങ്ങൾ അവിടെ പറയുന്ന വാക്കുകള്, അതായത് ഒരാള് അഭിനയിക്കുമ്പോൾ പറയുമ്പോൾ മറ്റേ ആൾ അഭിനയിക്കുന്നു, അത് വളരെ നമുക്ക് നാടകത്തിൽ എപ്പോഴും വേണ്ട ഒരു സാധനമാണ്. ഓപ്പോസിറ്റ് റിയാക്ഷൻ എപ്പോഴും കിട്ടുമ്പോൾ ഓഡിയൻസിന് അതിന്റെ ഫീല് കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. അതെനിക്ക് വളരെ നന്നായി കിട്ടി. പിന്നെ എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയ ഒരു സംശയം, രചിക്കപ്പെട്ട നാടകത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ, ആ സ്ക്രിപ്റ്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ധാരണയില്ല. അതായത് ഈ കാലത്ത് അവതരിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളോ ഡയലോഗ് ഡെലിവറിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്ന ഞാൻ കരുതുന്നു. ഈ നല്ല ചോദ്യം തന്നെയാണ്. ഒരു മറുപടി പറയാമല്ല, എന്നാലും ഞാൻ എനിക്കറിയാവുന്നതുപോലെ പറയാം. NN Pillai തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു തറയും പിന്നിലൊരു മറയും മുന്നിൽ നിങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നാടകം കളിക്കാം. അതായത് ഇത്രയും സ്പേസ് കുറയുന്നതും മാർഗമ സാറ് പറഞ്ഞതാണ്. സ്പേസ് കുറയുന്തോറും ഒരു ആക്ടറുടെ പവർ കൂടുന്നു എന്നാണ് പറഞ്ഞത്. സ്പേസ് കുറയുന്തോറും പെർഫോം ചെയ്യുന്ന സ്പേസ് കുറയുന്തോറും ആക്ടർക്കാണ് പവർ കൂടുന്നത്. അത് നമ്മളിവിടെ കണ്ടതാണ്. ഇവിടെ ഓരോ ചലനങ്ങളിലും നമുക്കത് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ക്ലോസ് ആയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ നാടകം കാണുന്നത്. എല്ലാ ഭാഗത്തും ഇരുന്നുകൊണ്ട് നമ്മൾ നാടകം കാണുന്നുണ്ട്. നേരെ അങ്ങനെയല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാൽ മറയില്ല, തറയില്ല, നമ്മൾ തന്നെ ഇരിക്കുന്ന അതേ ഫ്ലോറിൽ നിന്നിട്ടാണ് ഇവര് നമുക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തത്. ഇതൊക്കെ ഓരോ രീതികളാണ്. ഇപ്പൊ തനത് നാടകവേദിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ പുവർ തിയേറ്റർ എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ ഉണ്ട് നമുക്ക്. നടനും പ്രേക്ഷകനും മാത്രം മതി ഒരു നാടകം നടക്കാൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം കൂടിയാണ് ഇവരുടെ ഈ പെർഫോമൻസിൽ ഉണ്ടായിട്ടുള്ളത്. വിശദമായിട്ട് അവര് സംസാരിക്കും, അവര് മറുപടി പറയുമ്പോൾ. ഇനി ആരെങ്കിലും? നമസ്കാരം. വളരെയധികം ഇഷ്ടപ്പെട്ടു നാടകം. ഇങ്ങനെ ഇത്ര അടുത്ത ഒരു സ്റ്റേജിൽ കാണാൻ പറ്റിയതും നല്ല രീതിയിൽ എല്ലാവർക്കും അത് മനസ്സിലായി എന്നും മനസ്സിലായി. പിന്നെ എന്താ പറയാ, ജാതി പരമായിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നെ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും
സ്ത്രീകളെ ബഹുമാനിക്കണം എന്നുള്ളതും എല്ലാം ഈ ഒരു നാടകത്തിലൂടെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് ഈ നാടകത്തിനെ കുറിച്ച് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കി സ്വയം ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുകൂടി പറയാം. നമസ്കാരം, എൻ്റെ പേര് ദീപ. അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇത്രയും വേദികളിൽ ഒന്നിച്ച് യാത്ര ചെയ്യാണ്, സ്റ്റേജിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്, തല്ലുവിടുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഉണ്ടല്ലോ, അതെങ്ങനെയാന്ന് അറിയാനൊരു കൗതുകം ഉണ്ടാകും. നിങ്ങൾ തന്നെ പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടുപേരും മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണോ, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കില്ല അങ്ങനെ ആൾക്കാരാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ബോണ്ട് എങ്ങനെയാ ഓവർ ദ സ്റ്റേജസ് എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട്. ഓക്കെ, എല്ലാവരും ആയോ? ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് മീഡിയ സ്റ്റുഡൻസ് എന്തായാലും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യണം, കുട്ടികൾ ഇവിടെ ഉണ്ടാവണം. ഒരു കാര്യം ചോദിക്കാം. ഇപ്പം നമ്മുടെ സ്റ്റുഡന്റ് ചോദ്യം ചോദിച്ചു, എന്തൊക്കെ കാലികമായ മാറ്റമാണ് സ്ക്രിപ്റ്റിൽ വരുത്തിയത് എന്നുള്ളത്. അപ്പൊ അതിലൊരു ചോദ്യം, അതിലൊരു ഡയലോഗ് കേട്ടത് കാമുകൻ എന്താ ജനാധിപത്യം വേണ്ടേ എന്നായിരുന്നു. അപ്പൊ അത് ഇപ്പൊ സാർവകാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. അതിപ്പോ ഉൾപ്പെടുത്തിയതാണോ അതോ നേരത്തെ മൂലകൃതിയിൽ ഉണ്ടായിരുന്നതാണോ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. എന്തായി? ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. എന്താ പറയുക, ഞങ്ങളാ ഇതുപോലെ സാറുമായിട്ടും ട്രെയിനുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിച്ച് വളരെ ആക്സിഡൻ്റ്, കാരണം ഞങ്ങൾ ഈ ട്രിപ്പിൽ 12 പ്ലേകളാണ് നമുക്ക് ചാർട്ട് ചെയ്ത് വന്നത്. പിന്നീട് കയറി വന്ന ഒരു ഷോ ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഇത്രയും ചെറിയ സ്പേസിൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ സൗണ്ട്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള വളരെ വളരെ ഇൻറ്റിമസി ആയിട്ടിരിക്കുന്ന സ്പേസിൽ. പക്ഷേ തുടക്കത്തിൽ വരുന്ന സമയത്തൊക്കെ 10 മണി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടെൻഷനായിരുന്നു. നമ്മൾ വന്ന് ഇവിടുത്തെ ലൈറ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ അത് നമ്മുടെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം കാരണം അത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈറ്റ്സ് അങ്ങനെ കുറച്ച് അതാണ് ഡിലേ ആയത്. പക്ഷേ നാടകം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് വേറെ തലത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഓഡിയൻസ് സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഒരു നാടകം ഏറ്റവും നന്നായി അരങ്ങിൽ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ നല്ല നടന്മാരും നല്ല കൃതിയും സംവിധാനവും ഉണ്ടായിട്ട് കാര്യമില്ല. അത് പ്രേക്ഷകർ അതിന്റെ ഭാഗമായി കൂടെ വരുമ്പോൾ